പുതുമന ഗോൾഡ് ഹൗസ്, കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 0467220222, പയ്യന്നൂർ 04985208837, മൊബൈൽ 8590982506. നിർമ്മാണം പൂർത്തീകരിച്ച മടക്കാംപോയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം ഫെബ്രുവരി 17 മുതൽ 21 വരെ വിവിധ പൂജാതി കർമ്മങ്ങളോടെ നടക്കും. ക്ഷേത്രം തന്ത്രി ചെറുവള്ളിയിലത്തെ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. 1990കളിൽ ഒരു ഭജനമഠമായി തുടക്കം കുറിച്ച ആരാധനാലയമാണ് പൂർണ്ണമായും കരിങ്കലിൽ പണി കഴിപ്പിച്ച ക്ഷേത്രമായി പ്രതിഷ്ഠാ മഹോത്സവത്തിനൊരുങ്ങുന്നത്. വാസ്തുശാസ്ത്ര കുലപതി എരിപുരം ജനാർദ്ദനൻ മേലാചാരി സ്ഥപതിയായും രമേശ് കാർക്കളം മുഖ്യശില്പിയായും നേതൃത്വം നൽകി പണിതീർത്തതാണ് ക്ഷേത്രം. CP രാജീവൻ രക്ഷാധികാരിയായും MB അജയൻ പ്രസിഡന്റ്, MB സന്തോഷ് സെക്രട്ടറി, MN ജിനേഷ് ട്രഷറർ എന്നിവരടങ്ങിയ ഭരണസമിതിയും TK പ്രകാശ് പ്രസിഡന്റും PS വിനീഷ് സെക്രട്ടറിയും NG ഷൈലു ട്രഷററുമായുള്ള ആഘോഷ കമ്മിറ്റിയും ചേർന്നാണ് പ്രതിഷ്ഠാ മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ മടക്കാമ്പൽ എന്ന പ്രദേശത്ത് 90 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ നാട്ടിലുള്ള ക്ഷേത്ര വിശ്വാസികൾക്കും അതുപോലെ തന്നെ ഒരു ഭജന ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മാലയിടുന്ന കുറേ ഭക്തർക്ക് ഒരു കൂട്ടായിട്ട് നിന്നൊരു ഭജന ചെയ്യാനുള്ള ഒരു സങ്കല്പത്തിലാണ് ഞങ്ങളിവിടെ ഒരു ഭജനമഠം 90 കാലഘട്ടങ്ങളിൽ ആരംഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു ഓലഷെഡിൽ തന്നെ ഒരു ഭജനമഠം നിർമ്മിക്കുകയും അത് നമ്മൾ വൃശ്ചിക മാസത്തിൽ 61 ദിവസത്തെ ഭജന എന്നൊരു രീതിയിൽ തുടർന്നു വന്നു. അത് പിന്നീട് വന്ന ഓരോ ഭരണസമിതിയുടെ ഓരോ കാലഘട്ടങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ഈ ഭജനമഠത്തിന് മാറ്റം വരികയും അത് ഒരു ഫോട്ടോ പ്രതിഷ്ഠ എന്നുള്ള നിലയിലെത്തി. അത് തുടർന്നുള്ള പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ ചൈതന്യം കൂടി വരികയും അപ്പോൾ നമുക്ക് ഒരു മഹാക്ഷേത്രം എന്നുള്ളൊരു സങ്കല്പത്തിലോട്ട്, അത് ജ്യോതിഷപ്രകാരം ആ ഒരു സങ്കല്പത്തിലോട്ട് എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര വിശ്വാസികളായിക്കോട്ടെ, നമ്മുടെ മറ്റുള്ള ആൾക്കാരെല്ലാവരും ആയിക്കോട്ടെ, എല്ലാവരുടെയും വരുമാനം, എല്ലാവരുടെ സഹകരണം എല്ലാം കൊണ്ട് നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു 7-8 വർഷത്തോളമായി ഈ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചിട്ട്. അപ്പം നമ്മുടെ ക്ഷേത്ര നിർമ്മാണം 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നം, അതുപോലെ കൊറോണ, മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം വന്നുകൊണ്ട് നിർമ്മാണം നിന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് നമ്മൾ തുടർന്ന് നിർമ്മാണം ആരംഭിച്ച് ഏകദേശം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലോട്ട് എത്തിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ തുടർന്ന് നമുക്ക് ക്ഷേത്രത്തിന് ചുറ്റമ്പലം അതുപോലെ തന്നെ കുറച്ച് സ്ഥലമെടുപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യം കൂടെ ചെയ്തിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണതയിലോട്ട് നമുക്ക് എത്തിക്കാൻ. ഇപ്പം ഈ ക്ഷേത്രത്തിന് വേണ്ടി സഹകരിച്ച നമ്മുടെ മുഴുവൻ ആൾക്കാർക്കും, നമ്മുടെ പ്രദേശവാസികളായിക്കോട്ടെ, ദൂരദേശത്തുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, അതുപോലെ ഒരു സഹകരണം, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രം ഈ നല്ല നിലയിൽ തന്നെ നമുക്കൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കരിങ്കല്ലിൽ തീർത്തൊരു ക്ഷേത്രം നമുക്ക് നമ്മുടെ ഈ ദേശത്ത് ആക്കിയെടുക്കാൻ കഴിഞ്ഞതും എല്ലാം നമ്മുടെ ഭഗവാന്റെ ഒരു നിയോഗമായിട്ട് കാണുന്നു. ഇതിലൊരു പങ്കാളിയാകാനായിട്ട് കഴിഞ്ഞതിലും നമ്മൾ ദൈവത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ നന്ദി എല്ലാവരോടും, നമ്മൾ സഹകരിച്ച എല്ലാവരോടും, ക്ഷേത്രത്തിൻ്റെ പേരിൽ, ക്ഷേത്രം പ്രസിഡന്റ് എന്ന പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു സഹകരിച്ച എല്ലാവരോടും. ഫെബ്രുവരി 17 ശനിയാഴ്ച വൈകിട്ട് 3:30 അരവഞ്ചാൽ ഭഗവതിക്കാവ് ഭജനമന്ദിരത്തിൽ നിന്നും ആരംഭിക്കുന്ന വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്ത് കുപ്പോൾക്കാവിൻ്റെ അടുത്തെത്തിയ ശേഷം കലവറ നിറയ്ക്കലും വിഗ്രഹ എഴുന്നള്ളത്ത് ഒന്നായി ക്ഷേത്രസന്നിധിയിലേക്കെത്തും. വൈകിട്ട് 6 ആചാര്യവരണം. തുടർന്ന് മടക്കാംപോയിൽ ശ്രീ ധർമ്മശാസ്ത്ര വാദ്യകലാ സംഘം കുട്ടികളുടെ വാദ്യമേളം നടക്കും. ക്ഷേത്രത്തിൻ്റെ തുടർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണത്തിനുള്ള സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം ആലക്കോട് തമ്പുരാൻ അജിത് വർമ്മ നിർവഹിക്കും. ഫെബ്രുവരി 21 ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:21 1:42 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ധർമ്മശാസ്താവിൻ്റെ ബിംബപ്രതിഷ്ഠയും ബാലഗണപതിയുടെ പ്രതിഷ്ഠയും നടക്കും. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും. വിവിധ ദിവസങ്ങളിലായി സാംസ്കാരിക സമ്മേളനം, മെഗാ തിരുവാതിര, കൈകൊട്ടിക്കളി, ആദര സമ്മേളനം, അക്ഷരശ്ലോക സദസ്സ്, നൃത്താവിഷ്കാരം, ട്രാക്ക് ഗാനമേള എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പെരിങ്ങോം. വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ ചിന്ത സ്വർണം എവിടുന്ന് വാങ്ങൂ എന്നതാണ്. വെറുതെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയാൽ പോരാ, പരിശുദ്ധി, വിശ്വാസ്യത എല്ലാം നോക്കണം. അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ. പുതുമ നഷ്ടപ്പെടാത്ത സ്വർണ്ണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോൾഡ് ഹൗസ്. കേരള, കൽക്കത്ത, രാജ്കോട്ട്, നാഗാസ്, ടർക്കിഷ്, ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം. നിങ്ങൾ
ആവശ്യപ്പെടുന്ന ഡിസൈനുകൾ ഉത്തരവാദിത്തത്തോടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില. വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ പണിക്കൂലി. എല്ലാ ആഭരണങ്ങൾക്കും HUID മുദ്രണം. വാഹന പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം. പുതുമന ഗോൾഡ് ഹൗസ്, കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 0467220222, പയ്യന്നൂർ 04985208837, മൊബൈൽ 8590982506.